ഹെഡ് സ്പേസ് നമുക്ക് കുറവാണ് ഈ ഒരു വാഹനത്തിന് പറയുന്നതാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ള ഒരു ഫ്രോൺസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വാഹനം കൂടിയാണ് മാരുതിയുടെ ഫ്രോൺസ്. നമുക്കറിയാം, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വാഹനം കൂടിയാണ് മാരുതിയുടെ ഫ്രോൺസ്. നമുക്ക് ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ, മൊത്തത്തിൽ ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഗ്രാൻഡ് വിറ്റാരയുടെ ഒക്കെ ഒരു ലുക്കായിട്ടാണ് ഫ്രോൺസ് വരുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് നോക്കുകയാണെങ്കിൽ DRL LED ലൈറ്റാണ് വരുന്നത്, ഫ്രണ്ട് ലൈറ്റ്. അതുപോലെ തന്നെ ഫോഗ് ലൈറ്റ് ഉണ്ട് താഴെയായിട്ട്. പിന്നെ ഒരു ഗ്രില്ല് വരുന്ന ഒരു പ്രത്യേകതരം ഒരു ഡിസൈനിലാണ് ഫ്രണ്ട് ഗ്രില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ആഷ് ബാക്ക് സെഗ്മെൻ്റ് ആണെങ്കിലും ഒരു SUV കാറ്റഗറിയെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ബാക്ക് സൈഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ്, കണക്റ്റഡ് ലാമ്പാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ വശങ്ങളിൽ നിന്നുള്ള വ്യൂ നമ്മൾ നോക്കുമ്പം കറക്റ്റായിട്ടുള്ള ഒരു SUV കാറ്റഗറി വാഹനത്തിന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ, ഇൻറ്റീരിയർ ബ്ലാക്ക് ആൻഡ് റെഡ് ഒരു കോമ്പിനേഷനാണ് വരുന്നത്. സീറ്റ് ബ്ലാക്ക് ആൻഡ് റെഡ്, അതുപോലെ തന്നെ ഡോർ പാഡൊക്കെ ബ്ലാക്ക് ആൻഡ് റെഡാണ് വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ട വേറൊരു ഓപ്ഷനാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. നമ്മൾ ട്രാഫിക്കിലൊക്കെ കുറേ നേരം വണ്ടി നിർത്തിയിടുകയാണെങ്കിൽ, അതായത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇടുകയാണെങ്കിൽ, ബ്രേക്ക് ചവിട്ടുകയാണെങ്കിൽ ഇതിന് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് വണ്ടി ഓട്ടോമാറ്റിക്കായി ഓഫ് ആവും. പിന്നെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഓണാവും. അത് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് വാഹനത്തിന് പെട്രോളൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും കൂടി ഈ ഒരു വാഹനത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് കമ്പനി. അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് ബാക്ക് സീറ്റിലുണ്ട്. 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സ്പേസാണുള്ളത്. ഞാനൊരു അത്യാവശ്യമായിട്ട് ഹൈറ്റുള്ള ഒരാളാണ്. എന്നിരുന്നാലും എനിക്ക് അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് സ്പേസ് നമുക്ക് കുറവാണ്. ഈ ഒരു വാഹനത്തിന് പറയുന്നതാണ് ഹെഡ് സ്പേസ് നമുക്ക് കുറവാണ് എന്നാണ് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം. അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കിലിരിക്കുമ്പം. അതുപോലെ തന്നെ 3 ഹെഡ് റെസ്റ്റുകളാണ് ഉള്ളത് ബാക്കിലായിട്ട്, 3 പേർക്ക് ഇരിക്കേണ്ടത്. അതുപോലെ ഒരു ചാർജിങ് സ്പോട്ട് ഉണ്ട് ഇതിന്. AC വെൻ്റ് ഇതിന് വന്നിട്ടില്ല. ഈ ഒരു വാഹനം വരുന്നത് 1.2 4 സിലിണ്ടറോട് കൂടിയാണ് വരുന്നത്. ഡെൽറ്റ പ്ലസ് വേരിയൻ്റാണ് വരുന്നത്, ഓട്ടോമാറ്റിക് പെട്രോള്. വിലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം വരുന്നത്. ഒരുപാട് വേരിയൻറ്റുകൾ ഉണ്ട് വിലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്രോൺസിലേക്ക് എത്തുമ്പോൾ. അത്യാവശ്യം പവറുള്ള ഒരു ഫാമിലി വെഹിക്കിൾ എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പം ബലേനോ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ ഫ്രോൺസും ആൾക്കാരുടെ ഇടയിൽ ഒരു നല്ലൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ട, ഇതിന് ഒരു ഫാമിലിക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ട്. ഇതിന് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെ തരുന്നുണ്ട്. ഒരു ഫാമിലിക്ക് ലഗേജൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെ ഇതിന് തരുന്നുണ്ട്. ഗൈസ്, ഞാനിപ്പോൾ ഒരു 100 കിലോമീറ്ററോളം ഈ വാഹനം ഓടിച്ചു. കൊച്ചിയിൽ സിറ്റി, അതുപോലെ തന്നെ സിറ്റി അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഓടിച്ച് ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നല്ലൊരു മിനി XUV വാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ ബാച്ചിലർ ആണെങ്കിലും ആർക്കാണെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് ഫ്രോൺസ്. പിന്നെ ഇപ്പം നിങ്ങൾ ബലേനൊക്കെ അല്ലെങ്കിൽ സ്വിഫ്റ്റോ ഇങ്ങനെയുള്ള വാഹനങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടുതലുള്ള ഒരു വാഹനം വേണം. ഒരു XUV ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ചെറിയൊരു ക്യാഷിന് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഫ്രോൺസ്. എൻ്റെ ഇത്ര ഡ്രൈവ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പവർഫുൾ വണ്ടിയല്ല, സിറ്റി ഡ്രൈവ് അതുപോലെ തന്നെ ചെറിയ കയറ്റങ്ങളുള്ള പ്രദേശങ്ങളാണെങ്കിലും നമുക്ക് അനായാസം ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. അത്യാവശ്യം മൈലേജ് വരുന്നുണ്ട്. നമുക്ക് പവറിലെടുത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെയുള്ള. പിന്നെ ബാക്കിൽ നമുക്ക് ഹെഡ് സ്പേസ് കുറച്ച് കുറവാണ് ബാക്കിലിരിക്കുന്നവർക്ക്. അതൊക്കെ ചെറിയൊരു ഡ്രോബാക്കാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു വണ്ടി തന്നെയാണ് ഫ്രോൺസ്. ഇപ്പം ആൾക്കാരൊക്കെ നന്നായിട്ട്, നമുക്കിപ്പം നിരത്തുകളിൽ ഒരുപാട് ഫ്രോൺസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ആൾക്കാർ എടുത്തു വരുന്നുണ്ട്. വണ്ടി ഒരു വിജയിച്ച ഒരു പോലെയാണ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് വാഹനങ്ങളെ കുറിച്ചിട്ടുള്ള. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളുടെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി യൂസ് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് യൂസർ റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. നിങ്ങൾ വാഹനം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രോബാക്കോ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ പുതിയ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ നിങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ട് എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ്. താങ്ക് യു.